നമസ്തേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. കൊടുങ്ങല്ലൂർ വാഴും ശ്രീ കുറുമ്പേ ഭദ്രകാളി നമോസ്തുതേ. എല്ലാവർക്കും നമസ്കാരം. കേരള ചരിത്രത്തിലെ അതിപുരാതന കാലം മുതൽക്ക് തന്നെ വളരെയേറെ പ്രസിദ്ധമായ ഒരു പട്ടണമായിരുന്നു കൊടുങ്ങല്ലൂർ. കേരളത്തിലെ ശാക്തേയ സമ്പ്രദായത്തിൻ്റെ മൂലകേന്ദ്രവും അതുപോലെ തന്നെ ഭഗവതിയുടെ മൂലകേന്ദ്രവും ആണ് കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം. ഈ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്, അറബിക്കടലിനോട് ആ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകാംബിക എന്ന പേരിൽ ആണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം ആ മൂലസ്ഥാനമായി അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 അംബികമാര് അല്ലെങ്കിൽ ദേവിമാര്, അതായത് ബാലാംബിക, മൂകാംബിക, ഹേമാംബിക, ലോകാംബിക. അതിൽ മൂകാംബിക കൊല്ലൂരിലുള്ള, അതായത് കർണാടകയിലാണ്. അതുപോലെ തന്നെ ബാലാംബിക കന്യാകുമാരിയിലുള്ളത് തമിഴ്നാട്ടിലുമാണ്. മറ്റു 2 അംബികമാര് കേരളത്തിലാണ്. അതിൽ ലോകാംബിക എന്ന പേരിൽ പ്രസിദ്ധമാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി എന്നറിയപ്പെടുന്നത്. ഇനി ഈ കൊടുങ്ങല്ലൂരമ്മ തന്നെ കേരളത്തിലെ ആദ്യമായിട്ട് ആദിപരാശക്തി ഭദ്രകാളി ഭാവത്തിൽ ശ്രീചക്ര സമേതനായി പ്രതിഷ്ഠിച്ചതാണ് കൊടുങ്ങല്ലൂരിലുള്ള ആ ലോകാംബികയായിട്ട് അറിയപ്പെടുന്നത് എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് പ്രതിഷ്ഠിക്കുന്നതിൽ ചേരവൻ ചെങ്കുട്ടവൻ ആണ് ഈ ഭഗവതി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ പ്രവർത്തിച്ചത് എന്നൊരൈതിഹ്യമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിന് ഒരുപാട് താന്ത്രിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. കാശ്മീരിലെ താന്ത്രിക വിധിയായിട്ടുള്ള, അതായത് രുചിജിത് സംവിധാനത്തിലാണ് നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ദ്രാവിഡ ഭഗവതിയായിട്ടാണ് നമ്മൾ കൊടുങ്ങല്ലൂരമ്മയെ കാണാറുള്ളത്. അതുപോലെ തന്നെ പ്രത്യക്ഷ ഭഗവതി ആയിട്ട് നമുക്ക് അമ്മയെ പറയാം. അതായത് പ്രത്യക്ഷ ദേവിയാണ്. നമ്മളെ അമ്മയെ ദർശിച്ചാൽ ചിലപ്പോൾ നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ആ അമ്മയുടെ ആ ദർശന ഫലം അല്ലെങ്കിൽ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ ഇടവരാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഭക്തരുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം ലഭിക്കും എന്നുള്ളതാണ് വിശ്വാസം. നമുക്കുണ്ടാകുന്ന മാറാരോഗങ്ങൾ, അതുപോലെ തന്നെ അത്യാപത്തുകൾ തുടങ്ങിയവയെല്ലാം തന്നെ അമ്മയുടെ അനുഗ്രഹഫലമായി വളരെ പെട്ടെന്ന് ആ തടസ്സങ്ങളെല്ലാം നീങ്ങി, ആപത്തുകളെല്ലാം നീങ്ങിക്കിട്ടും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അത്രയധികം ശക്തി സ്വരൂപിണിയാണ് കൊടുങ്ങല്ലൂർ ഭഗവതി. ഇനി അവിടെ ഭഗവതിയോടൊപ്പം തന്നെ സപ്തമാതാക്കൾ ഉണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഈ സപ്തമാതാക്കൾ? അതായത് ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി, ചാമുണ്ഡി, കൗമാരി, ഇങ്ങനെയുള്ള സപ്തമാതാക്കളും അമ്മയോടൊപ്പം അവിടെ പ്രതിഷ്ഠയുണ്ട്. അവരോടൊപ്പം തന്നെ ഗണപതി, വീരഭദ്രൻ തുടങ്ങിയ പ്രതിഷ്ഠകൾ നമുക്ക് അവിടെ കാണാവുന്നതാണ്. അങ്ങനെ ഒരു അത്യപൂർവമായ പ്രതിഷ്ഠയോടുകൂടിയ ഒരു ക്ഷേത്രം കൂടിയാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. കേരളത്തിൽ ഇന്ന് കാണപ്പെടുന്ന പല ഭഗവതി ക്ഷേത്രത്തിൻ്റെയും അല്ലെങ്കിൽ കുറുമ്പ കാവുകളുടെ എല്ലാം ആവാഹിച്ചുകൊണ്ട് ആ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എല്ലാം ഈ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ, അതായത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനാൽ കേരളത്തിലുള്ള ഏകദേശം ഒരു 64 ഭഗവതി ക്ഷേത്രങ്ങളുടെ എല്ലാം മാതൃക്ഷേത്രമായിട്ടാണ് കൊടുങ്ങല്ലൂർ ഭഗവതി അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തെ നമ്മൾ കണക്കാക്കുന്നത്. ഈ പുരാതനമായ ഈ കൊടുങ്ങല്ലൂർ പട്ടണം ആണ് എന്ന് പറഞ്ഞല്ലോ. ആ പട്ടണത്തിൽ അവിടെ ആ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് ധാരാളം തോടുകളും അതുപോലെ പുഴകളും ജലാശയങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. അതിൻ്റെ പടിഞ്ഞാറ് അതിർത്തിയായിട്ട് അറബിക്കടലാണ് ഉള്ളത്. ചേരമാൻ പെരുമാക്കളിൽ അവരുടെ തലസ്ഥാനമായിരുന്നു ഈ കൊടുങ്ങല്ലൂർ എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം. അതുപോലെ തന്നെ ജൂത, ക്രൈസ്തവ, ഇസ്ലാം അവരുടെ എല്ലാം ആദ്യത്തെ സങ്കേതങ്ങളും അതുപോലെ തന്നെ ദേവാലയങ്ങളും എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂരാണ്. അവിടെയാണ് അതിൻ്റെ എല്ലാം
പ്രതിഷ്ഠകൾ നടന്നത്, ചേരമാൻ മസ്ജിദ് തുടങ്ങിയവയെല്ലാം തന്നെ. ഇനി ഇവിടെ പ്രധാനമായിട്ടും ഈ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാനമായ 2 ഉത്സവങ്ങളാണ്. ഒന്ന് നമ്മുടെ ഭരണി, അതായത് മീനഭരണി എന്ന് പറയപ്പെടുന്നതും അതുപോലെ തന്നെ താലപ്പൊലി ഉത്സവമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മീനഭരണി. നമുക്ക് അറിയാം, കൊടുങ്ങല്ലൂരിലേക്ക് ആ അമ്മയുടെ പ്രതീകമായിക്കൊണ്ട് എല്ലാവരും തന്നെ കോമരങ്ങൾ കെട്ടിയിട്ടും എല്ലാം മീനഭരണിക്ക് അവിടെ എത്താറുണ്ട്. അപ്പോൾ ഈ വർഷത്തെ മീനഭരണി എന്ന് പറയുന്നത് മാർച്ച് 21-ാം തീയതിയാണ്. അപ്പം എന്തായാലും ഈ മീനഭരണി ദിവസത്തിനേക്കാൾ നമുക്ക് അന്ന് അവിടെ ഭക്തർക്ക് പ്രവേശനം നൽകാറില്ല. കാരണം അതിൻ്റെ തലേ ദിവസം അശ്വതി കാവ് തീണ്ടലുണ്ട്. അപ്പോൾ അന്നത്തോടു കൂടി അവിടെ നടടയ്ക്കുന്നതാണ്. എങ്കിലും നമ്മൾ അറിയപ്പെടുന്നത് മീനഭരണി എന്ന പേരിൽ തന്നെയാണ്. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ പട്ടണം, മുജിരി പട്ടണം അല്ലെങ്കിൽ മഹോദയപുരം എന്നൊക്കെ കുലശേഖര രാജാക്കന്മാരുടെ കാലത്ത് തന്നെ അറിയപ്പെട്ടതാണ്. പിന്നെ മറ്റൊരു പേരിൽ കൊടും കാളിയൂർ എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. അതായത് ഈ സ്ഥലം നിന്നിരുന്നത്, അല്ലെങ്കിൽ ഈ കാവ് നിന്നിരുന്ന സ്ഥലം, അവിടെ കോഴിയെ നമ്മൾ ബലി കൊടുത്തിരുന്നു. അല്ലെങ്കിൽ ആ കല്ലില് അങ്ങനെ ബലി കൊടുത്ത് മൂടുന്ന, ആ കല്ലുകൊണ്ട് മൂടുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അങ്ങനെ കല്ലുമായി ബന്ധപ്പെട്ടതുകൊണ്ട് കൊടും കല്ലൂർ എന്ന ഒരു പേരിൽ അറിയപ്പെട്ടു. പിന്നീട് അത് കൊടുങ്ങല്ലൂരായി എന്നൊക്കെയാണ് വിശ്വാസം. പിന്നീട് അവിടെ കാളിയുടെ പ്രതിഷ്ഠ നടന്നതിന് ശേഷം കൊടും കാളിയൂർ എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ പല ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ചരിത്രകാരൻ BVK വാലത്തിന്റെ അഭിപ്രായ പ്രകാരം കണ്ണകി ദേവിയുടെ പ്രതിഷ്ഠ നടത്താൻ ചേരവൻ ചെങ്കുട്ടൻ ഹിമാലയത്തിൽ നിന്നും കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന കൊടുംകല്ല്. അങ്ങനെ കല്ല് എന്ന് പറഞ്ഞാൽ ആ ജൈനമത ക്ഷേത്രത്തിലൊക്കെ ക്ഷേത്രം എന്നാണ് അർത്ഥം. അപ്പൊ കൊടുങ്കല്ല്, വലിയ കല്ല്, അങ്ങനെ കൊടുങ്ങല്ലൂര് അത് പിന്നീട് കൊടുങ്ങല്ലൂരായി മാറി എന്നാണ് വിശ്വാസം. ഇനി മറ്റെല്ലാ ക്ഷേത്രങ്ങളുടെയും മാതൃകാ ക്ഷേത്രം കൂടിയാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമായി കണക്കാക്കുന്നത്. നമുക്കറിയാം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം, ഇതൊക്കെ പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രങ്ങളാണ്. അവിടേക്കെല്ലാം ഭഗവതിയെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഇവിടേക്കെല്ലാം ഭഗവതി എഴുന്നള്ളത് എന്നാണ് ഐതിഹ്യം. അതുപോലെ തന്നെ ചൊവ്വ, വെള്ളി, ശനി, അതുപോലെ പിന്നെ അമാവാസി, പൗർണമി ദിവസങ്ങളിലാണ് ഈ ക്ഷേത്രങ്ങളിൽ പ്രധാനമായും കൊടുങ്ങല്ലൂരിൽ നമ്മൾ ദർശിക്കേണ്ട പ്രധാന ദിവസങ്ങളാണ്. ഇനി അതുപോലെ തന്നെ അവിടെ ആ നവരാത്രി ദിവസം ആ കൊടുങ്ങല്ലൂരമ്മ വിദ്യാദേവതയായിട്ടും സരസ്വതി ദേവിയായിട്ടും വിളങ്ങുന്നു. അത് പിന്നെ ആ താലപ്പൊലി ദിവസം അമ്മയെ നമുക്ക് മഹാലക്ഷ്മിയുടെ ആ ഭാവത്തിൽ ദർശിക്കാവുന്നതാണ്. വൃശ്ചികത്തിലെ തൃക്കാർത്തിക ദിവസം ദുർഗയായിട്ടും അമ്മ ഭക്തർക്ക് ദർശനം നൽകുന്നു. അപ്പൊ അങ്ങനെ വിദ്യാദേവതയായിട്ടും മഹാലക്ഷ്മിയായിട്ടും ദുർഗാ ഭഗവതിയായിട്ടും ഭദ്രകാളിയായിട്ടും എല്ലാം കൊടുങ്ങല്ലൂരമ്മ ഭക്തന്മാർക്ക് ദർശനം നൽകുന്നുണ്ട്. ഭഗവതി ക്ഷേത്രം എന്ന നിലയ്ക്കാണ് ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രം പ്രസിദ്ധം ആണെങ്കിലും ഇവിടുത്തെ ക്ഷേത്രനാഥൻ ശിവനാണ്. 108 ശിവ അമ്പലങ്ങളിൽ ഒന്നാണ് ഈ കൊടുങ്ങല്ലൂർ ശിവഭഗവാന്റെ പ്രതിഷ്ഠയും. ഇവിടെ ദർശനം നടത്തിയാൽ രോഗങ്ങളും കടുത്ത ദുരിതങ്ങളെല്ലാം മാറും എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹത്താലാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം വളരെ അനായാസമായി മലയാളത്തിലേക്ക് മഹാഭാരതം തർജ്ജമ ചെയ്തത്. അപ്പം അങ്ങനെ തൻ്റെ ഭക്തരെ രക്ഷിക്കുന്ന, അതുപോലെ തന്നെ ദുഷ്ടരെ ശിക്ഷിക്കുന്ന മോക്ഷദായിനിയായ അമ്മയാണ്. അതുപോലെ തന്നെ കരുണാമയിയാണ്, മാതൃവാത്സല്യമുള്ള അമ്മയാണ്. അതുപോലെ തന്നെ സ്വാത്വികയായ ജഗദീശ്വരി കൂടിയാണ് കൊടുങ്ങല്ലൂരമ്മ. അതുകൊണ്ട് നമുക്കെല്ലാം തന്നെ വളരെ ഭക്തിയോടുകൂടി അമ്മയെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം, അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഈ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഐതിഹ്യം എന്താണ് എന്നൊന്ന് നോക്കാം. ദുഷ്ടനായ ആ ദാരികാസുരന്റെ അത് ദേവന്മാർക്കും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായപ്പോൾ ആ ദാരികാസുര വധത്തിനായിക്കൊണ്ട് ലോകത്തെ മുഴുവനും രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നാണ് ഭദ്രകാളി ജനിച്ചത്. അപ്പോൾ ആ ദാരിക നിഗ്രഹത്തിന് ശേഷവും അമ്മയുടെ ആ കോപം അടങ്ങിയില്ല. അപ്പൊ അമ്മയുടെ ആ രൗദ്രഭാവമായിരുന്നു. അപ്പൊ ആ രൗദ്രഭാവത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഭക്തരെല്ലാവരും കൂടി തന്നെ ധാരാളം
ഭൂതഗണങ്ങളും, അതായത് ശിവന്റെ ഭൂതഗണങ്ങളും എല്ലാവരും കൂടി ഒരുപാട് തെറിപ്പാട്ടുകളും അതുപോലെ ബലിയും നൃത്തവുമായിട്ട് ആ ദേവിയുടെ കോപം ശമിപ്പിക്കുകയുണ്ടായി. അതിൽ ദേവി സന്തുഷ്ടയായി. അതിൻ്റെ പ്രതീകാത്മകമായ ആചാര അനുഷ്ഠാനങ്ങളാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്ന പേരിൽ പ്രസിദ്ധമായത്. അതാണ് ആ കൊടുങ്ങല്ലൂരിനോടനുബന്ധിച്ചിട്ടുള്ള ആളുകളെ നൃത്തം ചെയ്യുന്നതും പാട്ട് പാടുന്നതും തെറിപ്പാട്ട് പാടുന്നതും എല്ലാം അതിൻ്റെ ഒരു പ്രതീകാത്മകമായ ചടങ്ങാണ്. പിന്നെ ഇതിനോടനുബന്ധിച്ച് ഭക്തന്മാരെല്ലാം മുളംതണ്ടിൽ താളമിട്ട് ദേവീസ്തുതികൾ പാടി നൃത്തമാടാറുണ്ട്. ക്ഷേത്രത്തിന് 3 വലം വെച്ചതിന് ശേഷം ചെമ്പോല തകിടുകളിൽ അടിക്കുകയും ചെയ്യുന്നു. പിന്നെ ചെമ്പട്ടുടുത്ത് വാളും ചിലമ്പും ധരിച്ച് കോമരങ്ങൾ ആയി ഉറഞ്ഞു തുള്ളാറുണ്ട്. അതൊക്കെ ഭക്തിയുടെ രൗദ്രഭാവമാണ് ഈ കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കൊടുങ്ങല്ലൂർ ദർശനം നടത്തേണ്ടത്. ഇനി അതുപോലെ തന്നെ ശാക്തേയ സമ്പ്രദായത്തിലെ പഞ്ചമാകാര രീതിയിലുള്ള പൂജയാണ് ദേവിക്ക് നടത്താറ്. എന്താണ് ഈ പഞ്ചമാകാര പൂജ എന്ന് പറഞ്ഞാൽ? മദ്യം, മാംസം, മത്സ്യം, അതുപോലെ തന്നെ മൈഥുനം, മുദ്ര എന്നീ പഞ്ചമാകാര പൂജയിലൂടെയാണ് ദേവി പ്രസാദിക്കുന്നത് എന്നാണ് വിശ്വാസം. ഇത് കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഏറ്റവും പ്രധാനമാണ്. ഇനി ഈ ദേവി ദാരുകനെ വധിച്ച് വിജയം കൈവരിച്ച ആ ദിവസം രേവതി നാളിൽ അവിടെ രേവതി വിളക്ക് ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ബലി കൊടുക്കുന്ന അതിൻ്റെ പ്രതീകമായിക്കൊണ്ട് ചുവന്ന പട്ടുകൊണ്ട് കോഴിക്കല്ല് മൂടലുണ്ട്. ഇത് ദുരിതങ്ങൾ മാറാനുള്ള ഒരു വഴിപാടാണ്. അതുപോലെ തന്നെ മഞ്ഞളും കുരുമുളകും സമർപ്പിക്കുക എന്നതാണ് മറ്റൊരു ചടങ്ങ്. അതായത് പകർച്ചവ്യാധികളും ദുരിതങ്ങളും എല്ലാം ഒഴിയുന്നതിന് വേണ്ടിയാണ് ഈ കുരുമുളകും മഞ്ഞളും എല്ലാം വഴിപാടായിട്ട് നടത്തുന്നത്. നമ്മൾ ഇവിടെ ഈ കോഴിക്കല്ല് മൂടി ചുവന്ന പട്ട് ആയിട്ട് മൂടാനുള്ള കാരണം ക്ഷേത്രങ്ങളിൽ ബലി നിരോധിച്ചതിൻ്റെ ഫലമായിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു പരിവർത്തനമായിട്ടാണ് അത് ചുവന്ന പട്ടുകൊണ്ട് മൂടുന്ന രീതിയിലേക്ക് വന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് മറ്റൊരു വിശ്വാസം എന്താണെന്ന് നോക്കാം. പരശുരാമൻ തപസ് ചെയ്ത് നമ്മുടെ പരാശക്തിയെ പ്രത്യക്ഷപ്പെടുത്തിയെന്നും അങ്ങനെ മഹാമേരു ചക്രത്തിൽ ആ കാളിയെ ആവാഹിച്ചെടുത്ത് പ്രതിഷ്ഠിച്ചു എന്നൊരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ശങ്കരാചാര്യരാണ് ദേവിയെ ഇന്നത്തെ ക്ഷേത്രത്തിലേക്ക് മാറ്റി ആ ചക്രത്തിൽ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം. അങ്ങനെ ആ ചക്ര പ്രതിഷ്ഠയോടുകൂടിയുള്ളതാണ് കൊടുങ്ങല്ലൂരമ്മ. ഇനി മീനഭരണിയുടെ തലേ ദിവസം നടത്തപ്പെടുന്ന ഒരു ചടങ്ങാണ് അശ്വതി പൂജ എന്നറിയപ്പെടുന്നത്. തൃച്ചന്ദന ചാർത്ത് ആണ് അന്ന് നടക്കുന്നത്. അത് വളരെ രഹസ്യമായിട്ടാണ് ഇത് നടത്താറുള്ളത്. അതായത് ദാരികരുമായുള്ള യുദ്ധത്തിൽ ആ ദേവിക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടായി എന്നും അതിനുള്ള ഒരു ചികിത്സയായിട്ടാണ് ഈ തൃച്ചന്ദനം ചാർത്തിയിട്ട് അമ്മയ്ക്ക് പൂജയായിട്ട് അർപ്പിക്കുന്നത്. അങ്ങനെ പിന്നീട് 7 ദിവസം നടയടച്ചിട്ടുള്ള ആ പൂജയാണ്. നട തുറക്കുന്നത് വരെ അങ്ങനെയുള്ള പൂജയാണ് നടത്താറ്. അപ്പം ഈ ദിവസങ്ങളെല്ലാം ദേവിക്ക് വിശ്രമവും അതുപോലെ തന്നെ പരിവാരങ്ങളുടെ ഉത്സവമാണ് എന്നാണ് സങ്കല്പം. ശിവക്ഷേത്രത്തിന് പ്രാധാന്യം നൽകുന്ന ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠയില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി നമുക്ക് അവിടുത്തെ ആ ശ്രീമൂല സ്ഥാനത്തെ പറ്റി ഒന്ന് നോക്കാം. ശ്രീകോവിലിൻ്റെ കിഴക്ക് ഭാഗത്ത് ഉള്ള ഒരു രഹസ്യ അറയുണ്ട്. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വാതിൽ കാണപ്പെടുന്നു. അതിൻ്റെ മുഖം ശ്രീകോവിലേക്കാണ് തുറന്നു വച്ചിരിക്കുന്നത്. ആ പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഈ കവാടം എല്ലായ്പ്പോഴും ചുവന്ന പട്ട് വിരിച്ച് മൂടിയിട്ടിരിക്കും. ഈ രഹസ്യ അറയ്ക്കാണ് ശ്രീമൂലസ്ഥാനം എന്ന് പറയുന്നത്. ആ പരശുരാമൻ സൃഷ്ടിച്ച മഹാമേരു ചക്രവും അതുപോലെ തന്നെ ശ്രീ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ശ്രീചക്രവും അതിനോടൊപ്പം തന്നെ സംഹാരമൂർത്തിയായ രുദ്ര മഹാകാളിയുടെ പ്രതിഷ്ഠയും ഈ രഹസ്യ അറയിൽ ഉണ്ട് എന്നാണ് വിശ്വാസം. ഇനി ഇവിടെ ആദിപരാശക്തിയായ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ വരിക്കപ്ലാവിൽ നിർമ്മിച്ച ആ തടിയിലാണ് അതിലാണ് ആ ബിംബത്തെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. വടക്കോട്ടാണ് ദർശനം. അപ്പോൾ ആ ദാരുബിംബത്തിന് എടുത്തു മാറ്റാവുന്ന ഒരു സ്വർണ്ണ ഗോളവും കൂടി ഉണ്ട്. അപ്പോൾ ആ ദാരികനെ വധിച്ചിട്ടുള്ള അത്യുഗ്ര അല്ലെങ്കിൽ ആ കഠിനമായ രൗദ്രഭാവമാണ് ആ ദേവിയുടെ മുഖത്തുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ആ ഭദ്രകാളിയുടെ നിറം കറുപ്പായതിനാൽ വിഗ്രഹത്തിനും കറുപ്പ് നിറം തന്നെയാണ്.
അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ദേവിക്ക് നമുക്ക് 8 കൈകളിലും 8 ആയുധങ്ങൾ ഉള്ള ദേവിയെ നമുക്ക് കാണാൻ കഴിയും. അതായത് വലത് ഭാഗത്ത് ത്രിശൂലം, ഗഡ്വാംഗം, നന്ദകം എന്ന വാള്, ദാരികന്റെ ശിരസ്. അതുപോലെ തന്നെ ഇടത് ഭാഗത്ത് കൈകളിലെ മണിനാഗം, ചിലമ്പ്, വട്ടകം, ഓട്ടുമണി, ഇങ്ങനെ 8 കൈകളിലും ആയുധം ധരിച്ചിട്ടുള്ള ദേവിയെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ വലത്തേക്കാൽ മടക്കി ഇടത്തോട്ട് തൂക്കിയിട്ട നിലയിലാണ് ദേവിയുടെ ഇരിപ്പ്. തലയിലെ കിരീടം ഉണ്ടായിരിക്കും. പിന്നെ ദേവിയുടെ ഇടത്തെ കാതിൽ കർണാഭരണമായിട്ട് ആനയെയാണ് ദർശിക്കാൻ കഴിയുക. അതുപോലെ തന്നെ വലത്തെ കാതിൽ സിംഹവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇങ്ങനെ ദേവിയുടെ പ്രതിഷ്ഠ രൗദ്രഭാവത്തിലാണെങ്കിലും അമ്മ വളരെ നമുക്ക് പ്രത്യക്ഷ ദേവി തന്നെയാണ്. നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം നടക്കുന്നതിനും തന്നെ ഉടനടി പരിഹാരം കാണുന്നതിനുമെല്ലാം മാതൃവാത്സല്യമുള്ള അമ്മ തന്നെയാണ് അവിടുത്തെ കൊടുങ്ങല്ലൂർ ഭഗവതി എന്ന് നമുക്ക് സംശയം പറയാം. ഇനി ഈ നാലമ്പലത്തിന് പുറത്ത്, ശ്രീകോവിലിൻ്റെ പുറത്തായിട്ട് നമുക്ക് 1-2 പ്രധാന പ്രതിഷ്ഠകൾ കൂടി കാണാവുന്നതാണ്. അതിലൊന്നാണ് തവിടാട്ട് മുത്തശ്ശി. അതിനെ നമുക്ക് ചാമുണ്ഡി ദേവി എന്നും പറയാം. അതായത് ഇതിന് മേൽക്കൂരയും അതുപോലെ ചുറ്റുമതിലും ഒന്നും ഇല്ലാതെയാണ് ഇത് പുറത്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശിവന്റെ നടക്കിൽ അത് ഇടതുഭാഗത്തായിട്ട് നമുക്ക് തവിടാട്ട് മുത്തശ്ശിയെ കാണാവുന്നതാണ്. തവിടുകൊണ്ട് ഉഴിഞ്ഞിടുകയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. അപ്പോൾ തവിടാട്ട് മുത്തശ്ശിക്ക് തവിട് ആടിക്കാം എന്ന വഴിപാട് നേർന്നു കഴിഞ്ഞാൽ നമുക്ക് വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് മാറിക്കിട്ടും എന്നാണ് വിശ്വാസം. ആ ദുർഗാ ഭഗവതിയുടെ പുരികക്കൊടിയിൽ നിന്ന് പ്രത്യക്ഷയായ ആ ചാമുണ്ഡി ഭഗവതിയാണ്. ആ ഭഗവതിയാണ് ചണ്ടമുണ്ടന്മാരെയെല്ലാം നിഗ്രഹിച്ചത്. ആ മഹാകാളിയാണ് ഇവിടെ ചാമുണ്ഡി ഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ 2 അടി ഉയരത്തില് ആ പ്രതിഷ്ഠ, 1.5 അടി ഉയരത്തിലൊക്കെ നമുക്ക് ഉള്ള ആ വിഗ്രഹം, തവിട്ട് മുത്തശ്ശിയുടെ 8 തൃക്കൈകളോട് കൂടിയ ആ ദേവീ രൂപം നമുക്ക് കാണാൻ കഴിയും. അവിടെ നിത്യപൂജയും നിവേദ്യവും ഒന്നും ഇല്ല. ഭക്തജനങ്ങളെ വഴിപാടായി ആടിക്കുന്ന തവിടാണ് അവിടുത്തെ പ്രധാന നിവേദ്യവും അവിടുത്തെ പൂജയുമെല്ലാം. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ തവിടാട്ട് മുത്തശ്ശിക്ക് നമുക്ക് തവിട് നിവേദിക്കാനുള്ള അവസരവും കൊടുങ്ങല്ലൂരിലുണ്ട്. ഇനി മറ്റൊരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് വസൂരിമാല എന്നുള്ള ആ പ്രതിഷ്ഠയാണ്. അത് പടിഞ്ഞാറേ നടയിലുള്ള പ്രതിഷ്ഠയാണ്. അപ്പോൾ ദാരുകനെ വധിച്ചപ്പോൾ ആ ദാരുകന്റെ പത്നിയായിരുന്നു മനോദരി. അപ്പോൾ അതിനുശേഷം മനോദരി ദേവീഭക്തയായി മാറി എന്നതിൻ്റെ ഐതിഹ്യമാണ് ഈ വസൂരിമാല എന്നുള്ള ആ പ്രതിഷ്ഠയോടുള്ള ഐതിഹ്യം. ഇത് വടക്കോട്ട് ദർശനം തന്നെയാണ്. ഇവിടെയും മേൽക്കൂരയും ഒന്നും ഇല്ല. നമ്മളിവിടെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി ആടിക്കൽ തന്നെയാണ്. നിത്യപൂജയൊന്നുമില്ല. പിന്നെ സപ്തമാതൃക്കളുടെ ക്ഷേത്രത്തിലെ പ്രത്യേക പീഠത്തിൽ വസൂരിമാല സങ്കല്പത്തിലെ നിത്യപൂജയും നിവേദ്യങ്ങളൊക്കെ അവിടെ സമർപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ വസൂരിമാലയ്ക്കുള്ള വഴിപാടായിട്ട് നടത്തുന്നതാണ് ഗുരുതി പൂജ. അപ്പോൾ അവിടെ നമ്മൾ പത്മദളമൊക്കെ വരച്ച് കുരുമുളകും മഞ്ഞളും എന്നിവയൊക്കെ തൂവുകയാണ് വഴിപാടായിട്ട് ചെയ്യുന്നത്. ആ ഭൂമി ദേവിയെ പ്രതിദാനം ചെയ്യുന്നതായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അപ്പോൾ ആ ദേവിയെ ഓജസ്വിനിയാക്കുന്ന പ്രക്രിയയും ആണ് ഈ മഞ്ഞൾപ്പൊടി അഭിഷേകം കൊണ്ടൊക്കെ നടത്തി വരുന്നത്. വസൂരി പോലെയുള്ള അസുഖങ്ങളെല്ലാം വരാതിരിക്കാനാണ് ഈ വഴിപാട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് വസൂരിമാല എന്ന് ഈ പേരിൽ ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. പണ്ട് ഇവിടെയാണ് ഗുരുതി പൂജകളൊക്കെ നടന്നിരുന്നത്. ഇപ്പോഴും ഗുരുതി അർപ്പിക്കുന്നത് ഈ വസൂരിമാല പ്രതിഷ്ഠയുടെ മുന്നിൽ തന്നെയാണ്. അപ്പോൾ ദാരികന്റെ വധം ഉറപ്പായ സമയത്ത് ആ മനോദരി ദേവി ശിവനെ തപസ്സു ചെയ്ത് ആ വസൂരി രോഗത്തിന്റെ വിത്തുകൾ വരമായി വാങ്ങിയെന്നും അത് ദാരികനെ വധിച്ച ഭദ്രകാളിയുടെ നേർക്ക് ആ വിത്തുകൾ എറിഞ്ഞു എന്നാണ് ഐതിഹ്യം. ഇതറിഞ്ഞ ശിവഭഗവാൻ ഖണ്ഡാകർണനെ സൃഷ്ടിച്ച് ആ ഭഗവതിയുടെ രോഗം ഭേദമാക്കി. ഭഗവതി പിന്നീട് ആ മനോദരിയുടെ കൈയും കാലും ഒക്കെ ഛേദിക്കുകയുണ്ടായി. അതിൽ പശ്ചാത്തപിച്ച ആ മനോദരി ദേവി പിന്നീട് വസൂരി എന്ന് പേരിട്ട് ആ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കഥ പറയുന്നത്. കൊടുങ്ങല്ലൂരമ്മയുടെ പ്രധാന ഉത്സവം മീനഭരണിയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ
ഈ ഭരണി ഉത്സവം എന്ന് പറയുന്നത് കുംഭമാസത്തിലെ ഭരണി നാളിൽ ആരംഭിച്ച് മീനമാസത്തിലെ ഭരണിക്കാണ് ഇത് അവസാനിക്കുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ടാണ് ഈ മീനഭരണി വരാറുള്ളത്. അത് ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണ് ഇതിൻ്റെ അടിസ്ഥാനം. നമ്മൾ ഈ വർഷത്തെ ഭരണി എന്ന് പറയുന്നത് മാർച്ച് 22-നാണ്. ഞാൻ ആദ്യം മാർച്ച് 21 എന്ന് പറഞ്ഞൊരു സംശയമുണ്ട്. എന്തായാലും ആ മീനഭരണി ദിവസം നമുക്ക് അവിടെ ദർശനം ഇല്ല. അതിൻ്റെ തലേ ദിവസം അശ്വതി കാവ് തിണ്ടലോടുകൂടി നമ്മുടെ ഭക്തജനങ്ങളുടെ ദർശനം അവസാനിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ, അതായത് ഈ ഒരു മാസ കാലയളവിൽ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ദേവിയുടെ ദർശനത്തിനായി അല്ലെങ്കിൽ അമ്മയുടെ ദർശനത്തിനായി ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. പ്രധാനമായും വടക്കൻ ജില്ലകളിൽ നിന്നാണ് ഇവിടെ ഭക്തജനങ്ങൾ കൂടുതലായിട്ട് എത്തിച്ചേരാറുള്ളത്. അപ്പോൾ ഇവിടെ ഈ കടത്തനാടൻ ഭാഗങ്ങളിൽ നിന്നും ഉള്ള ആളുകൾ കൂടുതലായി എത്തിച്ചേരുന്നു. ഈ പ്രദേശങ്ങളിലുള്ളവരുടെ ഒക്കെ ഒരു ഉത്സവം കൂടിയാണ് ഈ മീനഭരണി എന്ന് പറയുന്നു. അതായത് അവിടെ പണ്ട് കൊടുങ്ങല്ലൂരും അതുപോലെ ചേരൻ്റെ 2ാം തലസ്ഥാനമായ തൊണ്ടി അല്ലെങ്കിൽ തിണ്ടിസ് എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും തമ്മിലുള്ള ഒരു പുരാതന ബന്ധം തന്നെയാണ് ഈ ആചാരങ്ങളുടെയൊക്കെ പിന്നിലുള്ളത്. ഇനി അതുപോലെ തന്നെ ദേവിയുടെ ദ്രാവിഡ ബന്ധം തെളിവാക്കുന്ന ധാരാളം ചടങ്ങുകളും ഈ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. കാവ് തീണ്ടല്, മന്ത്രതന്ത്രാദികള്, അതുപോലെ കോഴിക്കല്ല് മൂടല് തുടങ്ങിയ അനുഷ്ഠാനങ്ങളെല്ലാം ഈ ഭരണിയോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂര് ദേവീക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. അപ്പോൾ കൊടിയേറ്റ് ചടങ്ങ് പറഞ്ഞല്ലോ കുംഭഭരണിയിൽ നിന്നും ആരംഭിച്ച് മീനമാസത്തിലെ ഭരണി വരെയാണ് നടക്കുന്നത്. അത്രയും കാലയളവിലെ ഭക്തജനപ്രവാഹം തന്നെയാണ്. ജനങ്ങൾക്ക് ദർശിക്കാനുള്ള ഏറ്റവും നല്ല അവസരവും ഈ കാലഘട്ടം തന്നെയാണ്. എല്ലാ ദ്രാവിഡ ക്ഷേത്രങ്ങളിലും ഈ കാലഘട്ടത്തിൽ, അതായത് കുംഭമാസത്തിൽ ഭരണി മുതൽ മീനമാസത്തിൽ ഭരണി വരെയുള്ള ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ ദ്രാവിഡ ക്ഷേത്രങ്ങളിലും പൂരം, കുത്തിയോട്ടം, കെട്ടുകാഴ്ച എന്നിവയൊക്കെ നടക്കാറുണ്ട്. വിദേശത്തു നിന്ന് പോലും നിരവധി ആളുകൾ ഈ ദേവിയുടെ ഈ ഉത്സവങ്ങൾ കാണാനായി എത്തിച്ചേരാറുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. ആ കുംഭമാസത്തിലെ കൊടിയേറ്റം മുതൽക്ക് തന്നെ, അല്ലെങ്കിൽ ആ കൊടിയേറ്റം എന്ന് പറഞ്ഞാൽ ആ ഭരണി നാൾക്ക് മുതൽ തന്നെ നടക്കുന്ന ചടങ്ങുകളിൽ ഒരു വിശേഷപ്പെട്ട ചടങ്ങുണ്ട്. അതായത് ആശാരിയും തട്ടാനും ചേർന്ന് നടത്തുന്ന ഒരു ചടങ്ങാണത്. അവിടെ വീരാശാരി മലയൻ തട്ടാൻ എന്നാണ് ഇവരെ പറയുക. തട്ടാൻ മണികിലുക്കി അമ്പലം വലം വെച്ച് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നു. അതുപോലെ തന്നെ ഗോപുരത്തിലും അതുപോലെ തന്നെ ആലിന്മേലും എല്ലാം കൊടിക്കൂറകൾ തൂക്കിക്കൊണ്ടാണ് തട്ടാൻ തൻ്റെ ചടങ്ങുകൾ നിർവഹിക്കുന്നത്. അങ്ങനെ അതോടുകൂടിയാണ് അവിടുത്തെ ഭരണിക്കാലം ആരംഭിക്കുന്നത്. അപ്പോൾ മീനത്തിലെ ആ തിരുവോണ ദിവസം മുതൽ ആ ക്ഷേത്രത്തിലേക്ക് വളരെ ഭക്തജന പ്രവാഹം തന്നെയാണ്. സംഘം ചേർന്ന ആളുകളാണ് ഇവിടേക്ക് വരാറുള്ളത്. പിന്നെ ചില സമയത്ത് അശ്ലീലം കലർന്ന നാടൻ പാട്ട്, പുരാണ കഥകള്, ഭഗവതി സ്തുതികളൊക്കെ പാടി അങ്ങനെ ചിലവരൊക്കെ മണി കെട്ടിയ വടിയുമായിട്ട് വരും. അതുപോലെ തന്നെ ഭഗവതിയെ പ്രതിദാനം ചെയ്തുകൊണ്ട് വാളും ചിലമ്പും ഒക്കെ ധരിച്ച് പൂമാലകളെല്ലാം അണിഞ്ഞ് പലരും കോമരങ്ങളായി വേഷം കെട്ടിയിട്ടും ആ ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട്. വയനാട്, കണ്ണൂർ, തലശ്ശേരി, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം സംഘമായിട്ട് ആളുകളെ കാൽനടയായിട്ട് ഇവിടേക്ക് എത്തിച്ചേരും. അങ്ങനെ ആ 7 ദിവസത്തെ വ്രതാചരണം എടുത്തുകൊണ്ടാണ് ഈ കൊടുങ്ങല്ലൂർ ഭരണിക്ക് എല്ലാവരും എത്തിച്ചേരാറുള്ളത്. അതുപോലെ തന്നെ ആ ദിവസങ്ങളോടനുബന്ധിച്ച് അവനവൻ്റെ കുടുംബക്ഷേത്രങ്ങളിലും പൂജകൾ നടത്താറുണ്ട്. എല്ലാ ജാതിക്കാർക്കും ഇവിടെ ദർശനം നടത്താവുന്നതാണ്. അപ്പോൾ പണ്ടുകാലങ്ങളിൽ നിരവധി കോഴികളെ അറുത്ത് അവിടെ കോഴി അറുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു, ബലി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെള്ളത്തിന് പകരം മദ്യം നൽകുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മീനഭരണിക്ക് 10 ദിവസം മുന്നേ തന്നെ നമ്മൾ ആദ്യ കാലങ്ങളിൽ കോഴിയെ അറുത്ത് ബലി കൊടുത്തിരുന്ന ആ ചടങ്ങിന് പകരം, അതായത് മൃഗബലി ഇപ്പോൾ നിരോധിച്ചതിനെ തുടർന്നാണ് അവിടെ ചുവന്ന പട്ടുകൊണ്ട് മൂടുന്ന ചടങ്ങായി മാറിയത്. പിന്നെ ചിലർ പ്രതീകാത്മകമായിട്ട് അവിടെ കുമ്പളങ്ങ മുറിക്കലും അതുപോലെ തന്നെ കോഴിയെ പറത്തൽ എന്ന ചടങ്ങൊക്കെ നടത്തുന്നുണ്ട്. ഈ കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ വഴിപാട് നിർത്തുന്നതാണ്. പിന്നീട് അത് നട തുറന്നിട്ടേ ആരംഭിക്കാറുള്ളൂ. അതുപോലെ അപ്പോൾ മകരം 1 മുതൽ 4 ദിവസം വരെ കൊടുങ്ങല്ലൂരിലെ ഗംഭീരമായി നടക്കുന്ന മറ്റൊരു ചടങ്ങാണെങ്കിൽ ഉത്സവമാണ് താലപ്പൊലി എന്നറിയപ്പെടുന്നത്. അതായത് മകരസംക്രാന്തി ദിവസമാണ് ഇത് ആരംഭിക്കുന്നത്.
ഇവിടെ ഈ ഭരണി ഉത്സവം പോലെ ആ ദിവസങ്ങളിൽ ഉത്സവം നടത്തുന്നെങ്കിലും അവിടെ ഘോഷയാത്ര, ആനച്ചമയം, മേളം, അതുപോലെ സുവാസിനി പൂജ, നാരീ പൂജ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉത്സവ സമയത്ത് ചെയ്യുക. അത് വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഉത്സവമാണ്. ഈ ദിവസങ്ങളിൽ ഭഗവതിയെ തൊഴുകുന്നത് ഐശ്വര്യവും സമൃദ്ധിയും നൽകുമെന്നാണ് വിശ്വാസം. അപ്പോൾ ആ ഉത്സവകാലത്ത് ഭരണിപ്പാട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇനി അടുത്ത ഒരു പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് കാവുതീണ്ടൽ ആണ്. അശ്വതി നാള്, അതായത് ഭരണിയുടെ തലേ ദിവസം, മീനഭരണിയുടെ തലേ ദിവസം 12 മണിക്കാണ് വടക്കേ നട അടയ്ക്കുന്നത്. പിന്നീട് അവിടെ ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് ആ ദേവിയെ തൃച്ചന്ദന പൊടി കൊണ്ട് ആ മുറികളിലെല്ലാം ചാർത്തും. ദേവിയുടെ ആടയാഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ച് ആ മുറിവേറ്റ ഭാഗത്ത് ഭഗവതിക്ക് ചികിത്സ നടക്കും. അതിനുശേഷം ആ നട തുറക്കുന്നത് വളരെ സർവൈശ്വര്യപ്രദമായിട്ടുള്ള ഒരു സമയമാണ്. അതിനുശേഷം നട തുറക്കുന്നത്. ആ കാവുതീണ്ടലിൻ്റെ പിറ്റേ ദിവസം വരിനെല്ലിൻ്റെ പായസവും നിവേദ്യം അർപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഈ മീന ഭരണിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇതെല്ലാമാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ, ഒരു മാസ കാലയളവുണ്ട്. ആ പറ്റാവുന്ന ദിവസങ്ങൾ അത്രയും നമുക്ക് ആ അമ്മയുടെ ദർശനത്തിനായി ക്ഷേത്രത്തിലെത്താം, അമ്മയെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം, ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാം. അമ്മയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും എന്ന് തീർച്ചയാണ്. അപ്പോൾ കേരളത്തിലെ ശാക്തേയ ആരാധനയുടെയൊക്കെ ആ ഭഗവതിയുടെയൊക്കെ മൂലസ്ഥാനമായ ആ കൊടുങ്ങല്ലൂരമ്മയുടെ പാതാരവിന്ദങ്ങളിൽ നമുക്കേവർക്കും നമിക്കാം. അമ്മയുടെ ആ കീർത്തനങ്ങൾ പാടാം, അമ്മയെ ആരാധിക്കാം. നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ കാലയളവിൽ ആ കൊടുങ്ങല്ലൂരമ്മയെ നമുക്ക് വീട്ടിലിരുന്നും പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അമ്മയുടെ പാട്ടുകൾ, അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ആ കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.